നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈശ്വര കൃപയാൽ എനിക്കിവിടെ സുഖമാണ്. ആസ് യൂഷ്വൽ ഇന്നത്തേതും ഒരു വീക്ക്ലി വ്ലോഗാണ്. ഇപ്രാവശ്യത്തെ ആഴ്ച വളരെ രസകരമായിട്ടുള്ളൊരു വീക്കായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു വീക്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി ഹൈലൈറ്റ്സ് ചേർത്ത് വെച്ചതാണ് ഇന്നത്തെ വീഡിയോ. ഈ പ്രാവശ്യം നമ്മൾ തുടങ്ങുന്നത് ഡാൻസ് ക്ലാസ്സിൽ തന്നെയാണ്. വീക്കെൻഡിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റുഡൻസ് വന്നുകൊണ്ടേയിരിക്കും. ഒരാൾ 2 പേര് അങ്ങനെ. അപ്പോൾ ഞാൻ പതിവ് പോലെ വിളക്കൊക്കെ കൊളുത്തി റെഡി ആയിട്ടിരുന്നു. എൻ്റെ സ്റ്റുഡൻസ് ഒട്ടുമിക്ക പേരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ക്ലാസ് ആയതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ടൈം ഫിക്സപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫിക്സപ്പ് ചെയ്ത ടൈം കൃത്യമായിട്ട് അവർ പാലിക്കാറുണ്ട്. എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല. അപ്പോൾ ഇന്ന് ആരൊക്കെയാണ് ക്ലാസ്സിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികളും എന്നെ രാധേകൃഷ്ണ എന്ന് പറഞ്ഞ് വിഷ് ചെയ്ത ശേഷം തട്ടിക്കുമ്പിടുക എന്ന് പറയും. ഡാൻസ് രീതിയിൽ നമസ്കാരം ചെയ്യുക. അത് ചെയ്തിട്ടാണ് ഡാൻസ് ക്ലാസ് തുടങ്ങുന്നത്. രാധേകൃഷ്ണ, ഞാൻ ഡോക്ടർ അശ്വനി, മേലാങ്കോട് ഹെൽത്ത് സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. കുഞ്ഞിലോട്ടുള്ള ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴാണത് സാധ്യത. രാധേകൃഷ്ണ, എൻ്റെ പേര് അശ്വതി. ഞാൻ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. വളരെയധികം ആഗ്രഹം കൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വന്നത്. ഒരു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഡാൻസിലേക്ക് എത്തുന്നത്. ടീച്ചർ ഒത്തിരി സഹായിച്ച് സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ വന്നാണ് ഡാൻസ് ക്ലാസ്സിന് വരുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഡാൻസ് പഠിക്കാൻ പറ്റുന്നത്. ഇവർ സ്വയം പറഞ്ഞ് പരിചയപ്പെടുത്തിയതുപോലെ ഡോക്ടർ അശ്വിനിയും അശ്വതിയുമാണ് ഇന്നത്തെ സ്റ്റുഡൻസ്. ഇവർ കുറച്ചു കാലമായിട്ട് മോഹിച്ചൊക്കെയാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇവർക്ക് ബേസിക്സ് തൊട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതായത് ഒരു തുടക്കം ഒരാൾ എന്തൊക്കെ പഠിക്കണോ അതൊക്കെ ഒന്നും വിടാതെ എല്ലാം പരിശീലിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു ഹാഫ് ക്ലാസ് ബേസിക്സ് ആണെങ്കിൽ അടുത്ത ഹാഫ് ക്ലാസ് അവരുടെ ഒരു കാലിബർ അനുസരിച്ച് അവർക്ക് ചെറിയ ഐറ്റംസ് കൂടി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ബേസിക്സ് പഠിക്കുന്നതിൻ്റെ വിരസത അവർക്ക് തോന്നാതിരിക്കാനാണ് ഇത്തരത്തിലൊരു സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. ബേസിക് ക്ലാസ് ഒരുപോലെയാണെങ്കിൽ സോളോ ഐറ്റംസ് അവരെ പഠിപ്പിക്കുന്നത് ഡിഫറെൻ്റാണ്. ഒരാൾക്ക് ഒരു സെമി ക്ലാസിക്കൽ ഭജൻ പോലെ വരണോ, മറ്റൊരാൾക്ക് ഒരു തുടക്കം, അതായത് പുഷ്പാഞ്ജലി പോലൊരു ഐറ്റമാണ് പഠിപ്പിക്കുന്നത്. ക്ലാസ് കഴിഞ്ഞ് അവർ 2 പേരും മടങ്ങി. ഉടനെ തന്നെ അടുത്ത 2 പേരെത്തി. ഇവർക്കും ബേസിക് ക്ലാസ് തന്നെയാണ്. പക്ഷേ ബേസിക്സിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇവർ പഠിക്കുന്നത്. ഇവരുടെ ക്ലാസ്സും അതുപോലെ തന്നെയായിരുന്നു. ഹാഫ് ടൈം ബേസിക്സ് ആണെങ്കിൽ അടുത്ത ഹാഫ് ടൈം ഐറ്റംസ് ആണ്. ഇവർ ഫസ്റ്റ് ഐറ്റം പുഷ്പാഞ്ജലി പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു കീർത്തനം പഠിച്ചു. ഇപ്പോൾ അവർ ഒരു കൗത്വം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു വിശേഷ ദിവസമാണ്, പൂത്തിരുവാതിര. സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. തുളസിത്തറയിലും വിളക്ക് തെളിയിച്ചു. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന സ്വീറ്റാണ് കളി. തിരുവാതിരക്കളി അത് വേറെയാണ്. തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്ന സ്വീറ്റിൻ്റെ പേരും കളിയാണ്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഞാൻ ഗോതമ്പ് റവയാണ് യൂസ് ചെയ്യുന്നത്.
വെള്ളറവ ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ ഒന്നും കൂടെ ഹെൽത്തി എന്ന് പറയുന്നത് ഗോതമ്പ് റവയാണ്. വെള്ളം തിളച്ച ശേഷം ഈ ഗോതമ്പ് റവ അതിലിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കണം. നല്ല ഫ്ലെയിമിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ വലിയ താമസമില്ല വെന്ത് കിട്ടാനായിട്ട്. പാകത്തിനാണല്ലോ നമ്മൾ വെള്ളം ചേർത്തത്. അപ്പോൾ ആ വെള്ളം വറ്റി വരുമ്പോഴേക്കും റവ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെള്ളം വറ്റി റവ വെന്ത് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ പൊടിച്ച ശർക്കര കിട്ടും കേട്ടോ, അതാണ് ആഡ് ചെയ്യുന്നത്. അത് പാകത്തിനാണേ. ശർക്കര പൊടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിരുന്ന റവ ഒന്ന് ലൂസാവും, അതായത് കുറച്ച് വെള്ളം പോലെ ആകും. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശർക്കര ആഡ് ചെയ്താൽ ഉണ്ടായ വെള്ളം വറ്റിയ ശേഷം കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ശേഷം കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഏകദേശം അടുപ്പത്ത് നിന്ന് ഇറക്കുന്ന നേരത്ത് ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ച ശേഷം ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. വലിയ പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്വീറ്റാണിത്. അങ്ങനെ തിരുവാതിരക്കളി റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഭഗവാന് നേദിക്കാം. ഇനി സൗഭാഗ്യയുടെ അടുത്ത് പോവാണേ. ഹാപ്പി ചേട്ടാ സ്തംഭിച്ച് നിൽക്കണുണ്ട്. ചാർലിയൊക്കെ മൊത്തം ഹലോ എടുക്കുക പേര്. സോറി, ഹലോ ഹലോ ഹലോ. അയ്യടാ തക്ക കൂടെ പറഞ്ഞപ്പോ റാഡോ പറഞ്ഞ ബാക്കിൽ നിന്ന്.
കൊണ്ടുവന്ന ചക്കര ചച്ചി സാധനം കൊണ്ടുവന്നാ പാട്ടു. സ്പൂൺ ഉള്ളവാ ഞാൻ വിദ്യക്ക് ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ച് കൊണ്ടുവരാൻ വിട്ടുപോയിരുന്നു. ബർത്ത്ഡേ ആയിരുന്നല്ലേ കൊണ്ടുവരുന്നേ. പിടിച്ചെടുക്ക അവനും പറയുന്നില്ല റാഡോ കൃഷ്ണ ഗോവിന്ദ മുരാരി എനിക്ക് ഇത്തിരി ആഹാരം തന്നാ മതി. കൊള്ളാം മുഖച്ചു. ഞമ്മി അച്ഛന് ദേവിമ ഇല്ലേ മധുര. ഓ ജല്ലിക്കെട്ട് 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 ശബരിമലക്കല ജല്ലിക്കെട്ട് മധുരയ്ക്ക്. ഐസ്ക്രീം തരുമോ മമ്മ? പ്ലീസ് ഗിവ് us ഐസ്ക്രീം. മമ്മ വേണ്ട. അമ്മമ്മ ഉണ്ടാക്കുന്നത് സുധാപുവിന് നല്ല ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോകാതിരിക്കാൻ എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പാവം, ഒത്തിരി സ്നേഹമുള്ള കുഞ്ഞാ. കുറേശ്ശെ തലോടി കൊടുത്തപ്പോൾ കുഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോയി. അവളെ ഉറക്കിക്കിടത്തിയിട്ടാണ് ഞാൻ മടങ്ങിയത്. जो मेरे मन का घर बना ले, मन लगा ले, तो बंदगी हो जाए सफल। तू जो मेरे सुर में चांदनी रातों में हो, हाथ ले हाथों में ओ। പണ്ടൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് നടന്നാൽ പെട്ടെന്ന് ഉറങ്ങും. ഇപ്പോൾ അവൾ കുറച്ചുകൂടി വലിയ കുട്ടിയായില്ലേ, ഇരുന്ന് പാവം തനിയെ ടി വിയൊക്കെ കണ്ട് അങ്ങനെ അങ്ങ് മയങ്ങിപ്പോയി. എനിക്കത് കണ്ടപ്പോൾ ഒത്തിരി സ്നേഹവും എന്തോ അറിയാതൊരു സങ്കടവും ഒക്കെ തോന്നി എനിക്ക്. പാവം എൻ്റെ സുധാപ്പു. जो मेरे संग में मुस्कुरा ले, गुनगुना ले, तो जिंदगी हो जाए सफल। तू जो मेरे सुर मिला ले, संग गा ले, तो जिंदगी हो जाए सफल।
പുറത്തേക്കിറങ്ങി വണ്ടിയെടുക്കാൻ നേരം അശോകിനെ കണ്ടു. ഇത് അടുത്ത ദിവസം. ഇന്ന് മകരപ്പൊങ്കലാണ്. പതിവ് തെറ്റിക്കാതെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് താഴത്തെയുള്ള പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ചു. രാവിലെ തന്നെ പൊങ്കലുണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഗ്യാസ് കത്തിച്ച് ഒരു കലത്തിൽ വെള്ളം വെച്ചു. വെള്ളം തിളച്ച ശേഷം പ്രാർത്ഥിച്ച് അരിയിടുകയാണ്. അരി നല്ലപോലെ വെന്ത് വരികയും വെള്ളം നല്ലപോലെ വറ്റിയ ശേഷം അതിലേക്ക് ശർക്കരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശർക്കര ആഡ് ചെയ്യുമ്പോൾ നാച്ചുറലായിട്ടും കുറച്ചത് ലൂസാവും. ആ വെള്ളം ഒന്ന് വറ്റിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കാച്ചിയ പാല് ചേർക്കുകയാണ്. ഇത് എൻ്റെ അമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ ഓർത്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അമ്മ സാധാരണ ഈ അരി ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വറുത്ത ചെറുപരിപ്പ് കൂടി ഇടും. ഞാനത് ഇട്ടിട്ടില്ല. എന്നിട്ടാണ് അമ്മ പാലൊഴിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് കൈവിടാതെ ഇളക്കണം. പൊങ്കൽ റെഡിയായി കഴിഞ്ഞു. പാലൊഴിച്ചത് കൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് കാണുന്നത്. ഇത് ആറിക്കഴിയുമ്പോൾ നല്ല തിക്കായിക്കൊള്ളും. ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്തിടാം. ഉണ്ടാക്കിയ പൊങ്കൽ ഇനി ഭഗവാന് നേദിക്കണം. അമ്മ പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ് ഇന്ന് പൊങ്കൽ ഉണ്ടാക്കിയത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ചൂടോടെ ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയെ തന്നെയാണ് ഓർമ്മ വന്നത്. ഈ അടുത്തായിട്ടേ ഞാൻ സൗഭാഗ്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സുധാപ്പു ഓടി വന്ന് ചോദിക്കും, അമ്മാട്ടു സാധനം കൊണ്ടുവന്നോന്ന്. ആ സിനിമയിലൊക്കെ പറയണത് പോലെ സുധാപ്പുവിൻ്റെ വിചാരം എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ ഒരു ഗിഫ്റ്റായിട്ട് പോകണമെന്നാണ്. അങ്ങനെ സുധാപ്പുവിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ചു. കറക്റ്റായിട്ട് അവിടെ ചെന്നപ്പോൾ സുധാപ്പു ചോദിച്ചു, ഡാഡി കൊണ്ടുവന്നു ചെവി. ആഹാ ഉച്ചവിക്ക് എന്താ കിട്ടിയ ഉച്ചവി നോക്കട്ടെ. വാവ്, അതെ താങ്ക് യു അമ്മാച്ചു. അല്ല ഇതോ ചോദിച്ചേ.
എൻ്റെ ബ്രദർ വന്നപ്പോൾ കൊണ്ടുവന്ന ഡേറ്റ്സ് സൗഭാഗ്യയ്ക്ക് കൊടുത്തു. സ്പൂൺ എടുത്തോണ്ട് വരുമോ? ஒரு மயக்கம் பரவதே வார்த்தைகள் தேவையா ഇല്ല, അത് പൊട്ടിച്ചില്ല കൊച്ചേ വിനോ. കൊള്ളാമോ കൊച്ചേ? മഴ പെയ്യുന്ന എന്തോ കൊള്ളാം കൊച്ചേവി. പൊങ്കൽ 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 കൊച്ചാണോ? ഓ അടിപൊളിയാണ്. ഈ ടേസ്റ്റ് ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ഓൺലൈനിൽ ഒരു ടീച്ചിങ് മൈക്ക് ഓർഡർ ചെയ്തിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് വോയിസ് വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യാതിരിക്കാനാണ് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാമേ ഇതെങ്ങനെയുണ്ടെന്ന്. ഇനി ഓയിൽ മസാജിന് പോകണം. സൗഭാഗ്യയുടെ അവിടെ ഒരു ലേഡി വരുന്നുണ്ട്, അവരാണ് ചെയ്തു തരുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ മസാജിന് പോകുന്ന ദിവസം ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ വെറും വയറ്റിൽ പോകാനും ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേരൊക്കെ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് ഇത്തിരി മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ കഴിക്കാറ് പതിവ്. നിങ്ങളങ്ങനെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകതയാണ് കേട്ടോ. സാധാരണ പച്ച മാങ്ങയൊക്കെ എല്ലാവരും അങ്ങനെ കഴിക്കാറുണ്ട്, പക്ഷേ പേരയ്ക്ക അങ്ങനെ കഴിച്ചാൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഉപയോഗിക്കാം, അതും ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അത് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എന്നാൽ വെറുതെ ഇങ്ങനെ പേരയ്ക്ക കഴിക്കുന്നതിനേക്കാളും ഈ ഉപ്പും മുളക് പൊടിയും അല്ലെങ്കിൽ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇത്തിരി വെളിച്ചെണ്ണ കൂടി ചേർക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾ കഴിച്ചു നോക്കണേ. കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ട് എഴുതണം കേട്ടോ. ഒരു ഓപ്ഷൻ കൂടിയുണ്ട് കേട്ടോ. തനി മുളക് പൊടി അല്ലെങ്കിൽ ചട്നിപ്പൊടിയില്ലേ ദോശയുടെ കൂടെയൊക്കെ കഴിക്കുന്നത്, അതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. നേരെ സൗഭാഗ്യയുടെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് ഓയിൽ മസാജ് ചെയ്തു തരുന്ന ലേഡി എത്തുന്നത്. ഞാൻ എത്തിയപ്പോഴേക്കും ആ ലേഡി അവിടെ കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ ഓയിൽ മസാജിന് കയറി. സൂത്രം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടാ. എന്തായിരിക്കും? മമ്മയല്ല, കൊച്ചേബിയാണ് കണ്ണടയ്ക്കുന്നത്. ഓ, അമ്മാട്ട് എന്ത് കൊണ്ടുവന്നു? ബോളാണോ?
കണ്ണടച്ചോ 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 കണ്ണടച്ചോ. നോക്കട്ടെ. എന്റെ ഫോണിന്റെ ചാർജർ ഒന്ന് എടുത്തു തരുമോ? ഇപ്രാവശ്യം പോയപ്പോൾ സുധാപ്പു ഗിഫ്റ്റ് വേണമെന്ന് ചോദിച്ചു. അതാണ് ഈ സൂത്രം എന്ന് പറയുന്നത്. എന്തായാലും കുഞ്ഞിന് തേച്ച് പൊളിക്കാനുള്ളൊരു സ്പോഞ്ചായിരുന്നു അത് കൊടുത്ത് ഞാൻ പറ്റിച്ചു പാവത്തിനെ. അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഈ ആഴ്ചത്തെ എൻ്റെ വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.